നമസ്കാരം. ഒരു മണ്ഡലകാലം കൂടി ആരംഭിച്ചതോടെ ശബരിമലയിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ശബരിമല വൃശ്ചിക 1 നട തുറന്ന ദിവസം അവിടെ ഉണ്ടായ അഭൂതപൂർവമായ തിരക്ക്. ഒരു പരിധിവരെ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ തിരക്കുണ്ടായത്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത് തൊട്ട് പിന്നാലെയാണ് കെ ജയകുമാർ സന്നിധാനത്തെത്തിയത്. ശരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലും അമ്പരപ്പിച്ച രീതിയിലാണ്, ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോലും പറയേണ്ടുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഹൈക്കോടതിയിലെ ശക്തമായ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും അനിയന്ത്രിതമായ രീതിയിലുള്ള തിക്കും തിരക്കുമൊക്കെ ഒഴിവാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഇനി വികസിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ എത്തി ദർശനം നടത്തി കൃത്യമായി തിരക്കും ഒന്നും അനുഭവപ്പെടാതെ മടങ്ങി വരാൻ ഇപ്പോൾ പുതിയ ചില സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് പോകുന്നവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കും. അതല്ലാതെ പെട്ടെന്ന് തിക്കി തിരക്കി അവിടെ ചെന്ന് ഉന്തും തള്ളും നടത്തി ദർശനം നടത്തി മടങ്ങി വരാം എന്ന രീതിയിലേക്ക് ആരും പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് പുതിയ ചില സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സാധാരണയായി വെർച്വൽ ക്യൂ, അതിലെ സ്പോട്ട് ബുക്കിംഗ് ഇതുവഴിയൊക്കെയാണ് പല ആളുകളും എത്തുന്നത്. പക്ഷേ ഇത് കൃത്യതയോടുകൂടി പാലിക്കാൻ പല അയ്യപ്പഭക്തരെ നേരത്തെ തയ്യാറാകാതിരുന്നതാണോ ഈ തിരക്കുകൾക്കെല്ലാം കാരണമായത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുന്നു. ആദ്യ ദിവസം തന്നെ അടുത്ത ദിവസത്തേക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരുന്ന ആളുകൾ പോലും എത്തി എന്നുള്ളതാണ് അന്ന് അനിയന്ത്രിതമായ രീതിയിൽ ഈ തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണമായി മാറിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ ശബരിമല പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധയോടെ പരിപാലിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തിക്കും തിരക്കും ഒന്നും അനുഭവപ്പെടാതെ ദർശനം നടത്തി മടങ്ങി വരാൻ കഴിയും. കൊച്ചു കുട്ടികൾ പോലും കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. ഹൈക്കോടതി പറഞ്ഞത് തന്നെ, ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈക്കോടതി പറഞ്ഞത് ഈ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളുന്നതായിരുന്നു. എല്ലാ തവണയും ഇത്തരം പല കാര്യങ്ങളും നിങ്ങൾ ഉറപ്പ് പറയുന്നതല്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊരു 6 മാസം മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. ശബരിമലയിൽ ആളുകൾ എത്തുന്നതിന് 6 മാസം മുമ്പേ ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ദർശനം തുടങ്ങുന്ന സമയത്ത്, നട തുറക്കുന്ന സമയത്ത് കൃത്യമായി ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ശബരിമല സന്നിധാനത്ത് നട തുറന്നതിന് ശേഷം ഇവിടെ എത്തിയ അന്ന് 1,00,000 കൂടുതലധികം ഭക്തരെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. ഏതായാലും ദേവസ്വം ബോർഡ് പുതുതായി ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ദർശനം നടത്തുകയും ചെയ്യാം. ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് നിലവിൽ തിങ്കളാഴ്ച വരെ മാത്രമേ ഉള്ളൂ. അതായത് ഈ മാസം 24-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. ദിവസം 5000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ നിലവിലുള്ളത്. ഹൈക്കോടതി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ഈ തീരുമാനം. നിലവിൽ 20,000 പേർക്ക് വരെയാണ് ഇത്തരത്തിൽ ദർശനം അനുവദിച്ചിരുന്നത്. ഇത് അനിയന്ത്രിതമായ തിരക്കുണ്ടാക്കാൻ കാരണമായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദിവസം 5000 പേർ, ആ അക്കം ഓർക്കുക, 5000 പേർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. ഇനി വെർച്വൽ ക്യൂ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അതത് ദിവസത്തെ വെർച്വൽ ക്യൂവിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തതിന് ശേഷം ബുക്ക് ചെയ്തതിൻ്റെ ആ കൃത്യസമയം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദർശനം നടത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് പുതിയ രീതി അനുസരിച്ച് ഇപ്പോൾ മുന്നിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അതത് ദിവസത്തെ ടിക്കറ്റുമായി വരുന്നവരെ മാത്രമേ പമ്പയിൽ നിന്ന് കടത്തിവിടാനാകൂ. ടിക്കറ്റിൽ പറയുന്ന സമയത്തിന് 6 മണിക്കൂർ മുമ്പ് മുതൽ പമ്പയിൽ നിന്ന് കടത്തിവിടാം. 18 മണിക്കൂർ ശേഷമാണ് എത്തുന്നത് എങ്കിൽ കടത്തിവിടരുത് എന്നാണ് നിർദ്ദേശം. നിലവിൽ തീയതി നോക്കാതെ വെർച്വൽ ക്യൂ ടിക്കറ്റ് ഉള്ളവരെ കടത്തിവിട്ടിരുന്നു. നിലവിൽ സംഭവിച്ചിരുന്നത് ഈ തീയതി ഏതാണെന്ന് നോക്കാതെ വെർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റ് വരുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കടത്തിവിടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് അവിടെ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളൊന്നായി കോടതിയും നിരീക്ഷിച്ചത്. സ്പോട്ട് ബുക്കിംഗ് ദിവസം 10,000 ചുരുക്കണമെന്നാണ് ശബരിമല ദേവസ്വം കമ്മീഷണർ കോടതിയെ അറിയിച്ചിരുന്നതെന്ന് കോടതിയാകട്ടെ ഇത് 5000 ചുരുക്കിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സ്വയം ഒരു അച്ചടക്കം പാലിക്കുക ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പാലിക്കുക. ശബരിമല ദർശനത്തിനായി പോകുമ്പോൾ ഈ പറഞ്ഞ പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ അതനുസരിച്ച് വേണം ചെയ്യാൻ. പലപ്പോഴും വെർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അടുത്ത ദിവസം പോവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം ഈ കാർഡുമായി ചെല്ലുമ്പോൾ കാർഡ് തീയതി പോലും നോക്കാതെ വെർച്വൽ ക്യൂവിലേക്ക് ആളെ കടത്തിവിടുക തുടങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ഒരു നിയമം അനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട് എങ്കിൽ പോലും നിയന്ത്രിതമായ രീതിയിൽ ആളെ കടത്തിവിടാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഈ 18-ാം പടിയിലൂടെ ആളുകൾ കടത്തിവിടുന്ന ആ സമയം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ 65 പേരെ വരെ അവിടെ കടത്തിവിടുന്നു എന്നാണ് പറയപ്പെടുന്നത് 1 മിനിറ്റിൽ.
അപ്പോൾ അത്രയും വേഗത്തിൽ പെട്ടെന്ന് കടന്നു ചെന്ന് തൊഴുത് ദർശനം നടത്തി തിരിച്ച് ഇറങ്ങാനുള്ള സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് മറ്റ് നിരവധി അപര്യാപ്തതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. കോടതി ഇക്കാര്യത്തിലൊക്കെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇപ്പോഴും അവിടെ ഇല്ല. അടിയന്തരമായി തന്നെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇപ്പോഴും ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്ന ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഈ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കേണ്ട മേഖലയാകെ തന്നെ അവിടെ കടകൾക്കും മറ്റുമായി നേരത്തെ എല്ലാവരും വിളിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എവിടെ കൊണ്ട് സ്ഥാപിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രധാനമായും ഉയരുന്നുമുണ്ട്. ശബരിമല ദർശനത്തിന് എത്തുന്നവർക്ക് അത്യാവശ്യം കുടിവെള്ളവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കണമെന്നും കോടതിയും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അഭൂതപൂർവമായ തിരക്ക് വന്ന് കൊച്ചുകുട്ടികൾ പോലും മണിക്കൂറുകളോളം ക്യൂവിൽ കുടുങ്ങി കിടക്കുന്നത് നമ്മൾ കണ്ടാണ്. അതുപോലെ പ്രായമായ ആളുകളും. നമ്മൾ കൊച്ചുകുട്ടികളും പ്രായമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടാണ് ശബരിമല പോകുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം കോടതി ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 4 മേഖലകളായി തിരിച്ച് ഇവിടെ ഓരോ മേഖലയിലും എത്ര പേരെ വീതം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡ് അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ കൂടുതൽ വ്യക്തത ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കോടതി ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയുന്നതല്ല, ഒന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾക്ക് 6 മാസം മുമ്പേ തുടങ്ങിക്കൂടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ, അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ ഭരണകർത്താവ് കൂടിയായിരുന്ന കെ ജയകുമാറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രായോഗിക തലത്തിൽ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി കഴിയുകയും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആ ചെറിയൊരു കാലയളവ് മാത്രമാണ് ഇതിനിടയിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാട്ടിയില്ല, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് 6 മാസം മുമ്പ് തുടങ്ങേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരുന്നത് എന്നുള്ളത് ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയധികം തീർത്ഥാടകർ ഒത്തുകൂടുന്ന മറ്റൊരു തീർത്ഥാടന കേന്ദ്രം മറ്റൊന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാകും. നമുക്ക് നേരത്തെയുള്ള അനുഭവങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ്. പുല്ലുമേട് ദുരന്തം തന്നെ നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല മകരവിളക്ക് കണ്ട് മടങ്ങിയായിരുന്ന ഈ ഭക്തന്മാർ അവിടെ വല്ലാതെ തിക്കും തിരക്കും പുല്ലുമേട് വഴി ഇറങ്ങുമ്പോഴുള്ള തിക്കത്തിലും പെരക്കലും പെട്ട് നിരവധി പേരാണ് അന്ന് മരിച്ചത്. അന്ന് അതിന് കൃത്യമായ ഏകോപനം ഇല്ലാതിരുന്നാണ് പ്രശ്നമായെങ്കിൽ പിന്നീട് പുല്ലുമേട് വഴിയുള്ള ആളുകൾ ഇറങ്ങി പോകുന്നതിനൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാരണം പിന്നീട് അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞത്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം നട തുറന്ന സമയത്തൊക്കെ തന്നെ ഉണ്ടായ തിരക്ക് നമ്മെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുമായിരുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. ഇവിടെ ദേവസ്വം ബോർഡ് അധികൃതർ മാത്രമല്ല, ഇവിടെ ദർശനത്തിനെത്തുന്ന ഭക്തന്മാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേന്ദ്ര ദൗത്യ സംഘമൊക്കെ ഇപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ കൂടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ക്രമസമാധാന കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ ശബരിമല നട തുറന്ന ദിവസം ഇവരാരും തന്നെ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് കെ ജയകുമാർ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ദർശനം നടത്തി പോകാനുമൊക്കെ കഴിഞ്ഞത്. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ദർശനം നടത്താൻ കഴിയാത്ത അയ്യപ്പൻ ഭക്തന്മാർക്ക് ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ശബരിമല നട തുറന്ന ദിവസത്തെ ഒരുപാട് ഭക്തന്മാർ 12-13 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം ഒടുവിൽ അവർ നിരാശരായ പലരും മടങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഏതായാലും ലോകമെമ്പാടുമുള്ള ആളുകളുടെ വലിയൊരു വികാരമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമ്മൾ ദർശനത്തിന് പോകുമ്പോൾ ഈ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ കൂടി ശ്രമിച്ചാൽ, ഭക്തജനങ്ങൾ കൂടി ശ്രമിച്ചാൽ മാത്രമേ അവിടെ കാര്യങ്ങൾ അപകടകരമല്ലാത്ത രീതിയിൽ സുഗമമായി നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭക്തരുടെ പ്രധാന ജോലി. ബാക്കി സംവിധാനങ്ങൾ ഏതായാലും ഹൈക്കോടതിയുടെ കൂടി മേൽനോട്ടം ഉള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ദേവസ്വം ബോർഡ് കൃത്യമായി നടപ്പിലാക്കാൻ നിർബന്ധിതരാകും, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ അവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല ദർശനം നടത്താൻ എത്തുന്നവർ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സന്നിധാനത്തേക്ക് പോകുക.